നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇലച്ചെടികളുടെയും പൂച്ചെടികളുടെയും കാലമാണിത്. അതിൽ നിന്ന് വരുമാനം നേടുന്നവർ ചില്ലറയൊന്നുമല്ല. കടൽ കടന്ന് എത്തിയ വിദേശ ചെടികളും നാടൻ ഇനങ്ങളുമൊക്കെ വളർത്തി ഒന്നാം തരം പുഷ്പവാടി തീർക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല്ലത്തുണ്ട്. കൊല്ലത്ത് കുമാർ നഴ്സറിയിലെ ജിതേഷ്. ചെടികൾ, അവയുടെ പ്രവർത്തനം, അതിൻ്റെ വ്യാപാരം, അതിനെല്ലാം പുതിയ മാതൃകകൾ തീർക്കുന്നുണ്ട് ജിതേഷ്. കൊല്ലത്തെ കുമാർ നഴ്സറിയിൽ നിന്നും കാണാം ഹരിതം സുന്ദരം. കൊല്ലം നഗരത്തിൽ നിന്ന് ഏറിയാൽ 3 കിലോമീറ്റർ. കൊല്ലം കുണ്ടറ റോഡിൽ കുമാർ നഴ്സറി. 3 തലമുറയുടെ പാരമ്പര്യമുണ്ട് കുമാർ നഴ്സറിക്ക്. 2000-ഓളം വ്യത്യസ്തമായ ഇനങ്ങളിലായി ഇലച്ചെടികളുടെയും പൂച്ചെടികളുടെയും നീണ്ട നിര. നാട്ടിലുള്ളവരും കടൽ കടന്നെത്തിയവരും ധാരാളമുണ്ട്. ചെമ്പകവും മുല്ലയും മുക്കൂറ്റിയും പാരിജാതവുമൊക്കെ നിരന്നിരിക്കുന്നു. കുള്ളൻ തെങ്ങുകളും ആന്തൂറിയവും അടീനിയവുമൊക്കെ പ്രത്യേക നിരയായി ഉണ്ട്. ഇലച്ചെടികളുടെ വർണ്ണങ്ങൾ ആരെയും ആകർഷിക്കും. പനിനീർപ്പൂക്കളുടെ ഒരു പുഷ്പവാടി തന്നെയുണ്ട്. ചെടികൾ, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ വ്യാപാരം, അതിൻ്റെ വളർച്ച, ഇതൊക്കെ സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥമാണ്. തലമുറ കൈമാറി കിട്ടിയ പാരമ്പര്യമാണ് ജിതേഷിൻ്റേത്. നനയും വളവുമെല്ലാം നിത്യതയാക്കി ഹൃദയഭാചനം പോലെയാണ് ഓരോ ചെടികളെയും ജിതേഷ് സൂക്ഷിക്കുന്നത്. കേരളത്തിൽ ഹരമായിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ ഇനങ്ങളും ജിതേഷിനോടൊപ്പമുണ്ട്. അവയുടെ ജാതകമൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട്. ഓരോ ചെടിയുടെയും പ്രവർത്തനം ഓരോ രീതിയിലാണ്. കണ്ടാൽ ആർക്കും കൗതുകവും അതേസമയം വിസ്മയവും തോന്നുന്ന ചെടികളോടാണ് ഏറെ പ്രിയം. അത്തരത്തിലുള്ള ചിലവയെ ഞങ്ങളും കണ്ടു. ഇരപിടിയൻ സസ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ചെറിയ ക്ലാസ്സുകളിൽ അത് പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒരു സസ്യം പ്രാണികളെ ഇരയായി സ്വീകരിക്കുകയും അതിൽ നിന്ന് പോഷകമെടുത്ത് വളർച്ച നേടുകയും ചെയ്യുക എന്നാൽ പ്രകൃതിയിലെ അപൂർവമായ ഒരു പ്രതിഭാസമാണ്. അത്തരത്തിലുള്ള ഇരപിടിയൻ സസ്യത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുമാർ നഴ്സറിയിലെ കൗതുകകരമായ ഒരു ഇനം കൂടിയാണിത്. ഇരപിടിയൻ സസ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. നെപ്പന്തസ് എന്നാണ് ഇതിനെ ലോകമെമ്പാടും അറിയപ്പെടുക. നെപ്പന്തേസ്യേ എന്ന കുടുംബത്തിലാണ് ഇരപിടിയൻ സസ്യം ജനിച്ചത്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, മഡഗാസ്കർ എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ വിഹാരം. പിക്ചർ പ്ലാന്റ് എന്നും മങ്കിക്കപ്പെന്നും ഇതിനെ പറയാറുണ്ട്. വനത്തിലെ കുരങ്ങന്മാർക്ക് വെള്ളം കുടിക്കാൻ അവസരമൊരുക്കുന്ന ചില ട്രാപ്പുകൾ ഈ പ്ലാന്റിലുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങനെ പറയുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കപ്പാണ്. ഈ കപ്പിനുള്ളിൽ വിസ്കോ ഇലാസ്റ്റിക് ബയോപോളിമർ എന്ന് പറയുന്ന ഒരു ദ്രവം ഉണ്ടാകും. ആ ദ്രവത്തിലേക്കാണ് ഈ പ്രാണികൾ വന്ന് വീഴുക. വിസ്കോ ഇലാസ്റ്റിക് ബയോപോളിമറിലേക്ക് വന്നു വീഴുന്ന പ്രാണികൾക്ക് പിന്നീട് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. അങ്ങനെ അത് ഇതിനുള്ളിൽ കുടുങ്ങുകയും തുടർന്ന് ഈ ചെടി തന്നെ പുറത്തിറക്കുന്ന ചില പ്രോട്ടീനുകളാൽ ഈ പ്രാണിയെ ദഹിപ്പിക്കുകയും അത് പിന്നീട് ചെടികൾക്ക് പോഷണമാകുകയും ചെയ്യും. ഒരിക്കലും പുറത്തുനിന്ന് വെള്ളം അകത്തേക്ക് വന്ന് വീഴാത്ത രീതിയിലാണ് ക്രമീകരണം. അങ്ങനെ വീഴുകയാണെങ്കിൽ ഒരുപക്ഷെ ബാക്ടീരിയയുടെയും കുമിളിൻ്റെയും ഒക്കെ ആക്രമണം ഈ ചെടിക്കുണ്ടാകും. അങ്ങനെ വീഴാതെ കൂടി പ്രകൃതി ഇതിനെ സംരക്ഷിച്ച് നിർത്തുകയാണ്. അങ്ങനെ ഇരപിടിയൻ സസ്യത്തിൻ്റെ ഒരു അപൂർവ ശേഖരം ഒരുപക്ഷെ 1, 2 അല്ലെങ്കിൽ 2, 3 മാത്രം ചെടികൾ ഈ നഴ്സറിയിലുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ ഒരു പ്രാണി വഴുതി വീഴത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഘടന. ഈ ട്രാപ്പ് അഥവാ ഈ പെരിസ്റ്റോം എന്ന് പറയുന്ന ഇതിൻ്റെ ഈ ഭാഗത്തിലൂടെ ഒരു പ്രാണി അഥവാ ഇങ്ങനെ വന്ന് പറ്റിപ്പോയാൽ ഇതിൻ്റെ വർണ്ണങ്ങളും ഇതിൻ്റെ തേൻ്റെ സുഗന്ധവും ഇതിൻ്റെ രൂപവുമൊക്കെ തന്നെ പ്രാണികളെ ആകർഷിക്കുന്ന രീതിയിലാണ്. അങ്ങനെ ഒരിക്കൽ വന്നു പോയാൽ ഈ പെരിസ്റ്റോമിൻ്റെ ചുറ്റിലൂടെ അത് നടന്നാൽ അത് തെന്നി വഴുതി അകത്തേക്ക് വീഴത്തക്ക രീതിയിലാണ് എല്ലാ ക്രമീകരണവും ദൈവം ഈ ചെടിക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ പ്രകൃതിയുടെ വലിയൊരു കരവിരുത് കൂടി
ഈ ചെടിയിൽ സമന്വയിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ കാണുകയാണ്. ഈ സൗന്ദര്യം മറ്റെങ്ങുമില്ലാത്തതാണ്. ഇത് കണ്ടുപോകാനേ കഴിയൂ, കൊണ്ടുപോകാൻ കഴിയില്ല. കുമാർ നഴ്സറിയിലെ മറ്റൊരു പ്രധാന ആകർഷണം കിഡ്നി പ്ലാന്റ് ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് കിഡ്നി പ്ലാന്റ്? രൂപവും രചനയും വരയും വർണ്ണവും കൊണ്ട് നമ്മെ ആകർഷിക്കുന്നതാണ് കിഡ്നി പ്ലാന്റ്. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, കിഡ്നിയുടെ ആകൃതിയിലുള്ള ചില മുകുളങ്ങൾ വേരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. സ്പോഞ്ച് പോലെയാണ് ഇതിൻ്റെ വേര്. അതിമനോഹരമായ പാടല വർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ, ചെറുമുട്ടുകൾ നമുക്കിപ്പോൾ ഇതിൽ കാണാം. ലോകത്തിലെ എത്തനോ മെഡിസിൻ പ്ലാന്റ് എന്ന ഒരു വിഭാഗമുണ്ട്. അതായത് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ. മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളിൽ പ്രധാനമാണ് കിഡ്നി പ്ലാന്റ്. ഒരുപക്ഷേ കിഡ്നി സ്റ്റോൺ എന്ന് അറിയപ്പെടുന്ന അസുഖം, അതോടൊപ്പം തന്നെ ഗ്യാസ്ട്രിക് അൾസർ എന്നറിയപ്പെടുന്ന അസുഖം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നറിയപ്പെടുന്ന വാദം, സന്ധിവാദം, ഇത്തരം രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണ് കിഡ്നി പ്ലാന്റ്. അതുതന്നെയാണ് കിഡ്നി പ്ലാന്റിൻ്റെ മഹത്വം ലോകമെങ്ങും വിളംബരം ചെയ്യുന്നത്. കിഡ്നി പ്ലാന്റ് ഒരുപക്ഷെ അപൂർവമാണ് എന്ന് തന്നെ പറയാം. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് അതിൻ്റെ പിറവി. അപൂർവമായി മാത്രമാണ് അത് പ്രവർത്തനം ചെയ്യുന്നത്. വളരെ അപൂർവമായി പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവയുടെ എണ്ണം ലോകത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ചെടികളിൽ പ്രധാനപ്പെട്ട ഒരിനം കൂടിയായി മാറുകയാണ് കിഡ്നി ലീഫ് പ്ലാന്റ്. ബ്രയോഫിലം പിന്നേറ്റം എന്ന ശാസ്ത്രനാമത്തിലാണ് ഇവരെ അറിയപ്പെടുക. എന്തായാലും കുമാർ നഴ്സറിയിൽ ജിതേഷ് അവയെ സംരക്ഷിക്കുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തനം നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. 4 അക്ക സംഖ്യകളിൽ വില തുടങ്ങുന്ന ഈ ചെടി അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ധാരാളം ആരാധകരെയും നേടിയിട്ടുണ്ട്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല എന്നാണ് പൂന്താനം പാടിയിട്ടുള്ളത്. അങ്ങനെയാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ ചെടിയുടെ പ്രത്യേകത. ഇന്നിപ്പോൾ നാം കാണുന്ന ഈ വയലറ്റ് വർണ്ണമായിരിക്കില്ല നാളെ ഈ പുഷ്പങ്ങൾക്ക്. മറ്റന്നാൾ അത് പൂർണ്ണമായും വെള്ള നിറമായി മാറി എന്ന് വരാം. എത്ര കാലം ചെടിയിൽ പൂക്കൾ നിൽക്കുന്നു അത്രയും കാലം വിവിധ വർണ്ണങ്ങളിലേക്ക്, വിവിധ വർണ്ണങ്ങളുടെ ഛായ കൊണ്ട് വ്യത്യസ്തമാവുകയാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന ഈ ചെടി. ബ്രൺഫെൽസിയ പോസിഫ്ലോറ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ബ്രസീലുകാരുടെ ചെടിയാണിത്. ബ്രസീൽ പ്രസിഡൻ്റായ ജയറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെടി എന്ന ഖ്യാതി ഇതിനുണ്ട്. റെയിൻ നിഗ്രോ എന്ന ബ്രസീലിലെ നദീതീരത്താണ് ഈ ചെടിയുടെ ജനനം. ലേഡി ഓഫ് ദ നൈറ്റ് എന്ന ഒരു ഓമനപ്പേര് കൂടി ഇതിനുണ്ട്. സൺഡേ മൺഡേ പ്ലാന്റ് എന്ന് വിളിക്കുന്നവരുമുണ്ട്. ഞായറാഴ്ച ഒരു വർണ്ണം, തിങ്കളാഴ്ച മറ്റൊരു വർണ്ണം, ആ രീതിയിൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതിയുടെ ഒരു വിരുത് തന്നെയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു കാണ്ഡത്തിൽ നിന്നും ഒന്നിലധികം മുട്ടുകൾ വന്ന് അതിൽ നിന്ന് ഈ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. എല്ലാ മുട്ടുകളിൽ നിന്നും ഒരേ വർണ്ണത്തിലുള്ള പൂക്കൾ ഉണ്ടായി വരണമെന്നില്ല. വ്യത്യസ്ത വർണ്ണങ്ങൾ തന്നെ ഈ മുട്ടുകളിൽ ഇപ്പോൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനേകായിരം വർണ്ണങ്ങളെ ഉള്ളിലൊളിപ്പിച്ചാണ് ഈ മുട്ടുകൾ ഈ ചെടിയിൽ വിഹരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇലകളും. ഇലകൾക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. തീരെ ചെറിയ ഇലകൾ, അഗ്രം കൂർത്ത ഇലകൾ. ഇലകളിൽ തന്നെ ഹരിതത്തിൻ്റെ വിവിധ ഛായകൾ പടർത്തിയാണ് അത് മുന്നേറുന്നത്. കണ്ടാൽ ഒരു മുല്ലയുടെ അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടിയുടെ ആകൃതിയെ ഉള്ളുവെങ്കിലും 2 മീറ്ററോളം തന്നെ ഉയരത്തിൽ വളരാവുന്ന ചെടികൾ കൂടിയാണ് ബ്രൺഫെൽസിയ പോസിഫ്ലോറ എന്ന യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന ഈ ചെടി. കുമാർ നഴ്സറിയുടെ നായകൻ ശ്രീ ജിതേഷ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ജിതേഷ്. നമസ്കാരം. നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ കേരളത്തിലെ മറ്റ് പല നഴ്സറികളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തവും അതോടൊപ്പം തന്നെ കൗതുകമുള്ളതായ ധാരാളം ചെടികൾ ഇവിടെയുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ? ഒരുപാട്. ഇവിടെ വന്ന് കാണുന്നവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കാര്യം വർഷങ്ങൾ 1972-75 കാലം കൊണ്ടിൽ ഉള്ള നഴ്സറിയായത്, അച്ഛനായിട്ട് ഉള്ള നഴ്സറിയാണ്. പിന്നെ അന്ന് മുതൽ വെറൈറ്റികൾ തിരഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകൾ കൊല്ലം ജില്ല മുതൽ അങ്ങോട്ട് പലയിടത്തും ഉണ്ട്. അന്നേരം അവരെല്ലാവരെയും എന്താ പറയുക, പുതിയ വെറൈറ്റി എന്തുണ്ട് എന്ന് ചോദിച്ച് വരുന്ന ഒരു സ്ഥാപനമാണിത്. ഇത്തരം പുതിയ വെറൈറ്റികൾ നിങ്ങൾ എവിടെ നിന്നാണ് ശേഖരിക്കുന്നത്? അത് യാത്രയിലൂടെയാണ് കൂടുതലും പുതിയ വെറൈറ്റികൾ കിട്ടുന്നത്.
യാത്ര ചെയ്യുമ്പോൾ ഒരു അപൂർവ ചെടിയെ കണ്ടാൽ ഉടനെ ഇത് അപൂർവമാണെന്ന് തിരിച്ചറിയാൻ കഴിയും? ഉറപ്പായിട്ടും. അതായത് ചെടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്. കാര്യം പുതിയൊരു വെറൈറ്റി കണ്ടു കഴിഞ്ഞാൽ അന്നേരം ആ സ്പോട്ടിൽ അവരുടെ കണ്ണിൽ അതേ വീഴും. ഇപ്പോൾ 1000 റോസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോസിനിടയ്ക്ക് ഏത് വെറൈറ്റി പുതിയതുണ്ടോ, ഏത് നിറം പുതിയതുണ്ടോ, ഈ ഇലയിൽ പ്രത്യേകതയുണ്ടോ, അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്തേ എടുക്കും. അല്ല, ഇത്രയൊക്കെ ആണെങ്കിലും ഇത് മറ്റെവിടെങ്കിലും വികസിപ്പിച്ച ഇനമായിരിക്കുമല്ലോ. സ്വന്തമായി ഒരെണ്ണം വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്? ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എന്താ അത്തരത്തിലുള്ള അനുഭവം? ഇപ്പം വിദേശത്ത് നിന്ന് വരുന്ന പല വെറൈറ്റികളും ക്രോസ് പോളിനേഷൻ ചെയ്ത് സീഡ് ഉണ്ടാക്കി അത് മുളപ്പിക്കാനായിട്ടുള്ള ഒരു ത്വര അച്ഛനുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് കൈമാറി നമുക്ക് വരുന്നുണ്ട്. അല്ല, അതിലേതെങ്കിലും ഇനം വിജയിച്ചിട്ടുണ്ടോ? അതെ, വിജയിച്ചിട്ടുണ്ട്. അതിന് കേരളത്തിലൊരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ? ഇപ്പം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നതിന് ഹൈബ്രിഡൈസേഷൻ ചെയ്ത് സീഡാക്കുമ്പോഴത്തേക്ക് അത് കുറേ കാലം എടുക്കും അതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ എടുക്കാനായിട്ട്. സ്റ്റേബിളാക്കാൻ വേണ്ടി കുറേ കാലം. അതെ, അത് ഇപ്പം ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും, അതിലേക്ക് വെരിഗേഷൻ ഉള്ളൊരു ചെടിയാണെന്നെങ്കിൽ പോലും ഇത് കുറച്ച് കൊല്ലം അത് വീണ്ടും ആ വെരിഗേഷൻ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും ഉണ്ടാക്കിയെടുത്ത് ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കൊറോണ കാലത്ത് വില കൊണ്ട് കേരളത്തെ വിസ്മയിപ്പിച്ച ഒരു ചെടിയാണ് എൻ്റെ മുന്നിൽ. ആന്തൂറിയം ലക്ഷൂറിയൻസ്. ഒരുപക്ഷെ 1 ലക്ഷം രൂപയോളം അടുപ്പിച്ച് വില വന്നിരുന്നു ഈ ചെടിക്ക്. ആന്തൂര്യത്തിന് പൊതുവെ അത്ര വിലയില്ല എന്ന് ചെടിപ്രേമികൾക്കറിയാം. അരേസിയ കുടുംബത്തിൽപ്പെട്ട ചെടിയാണ് ആന്തൂറിയം. കൊളംബോ, ഇക്വഡോർ മുതലായ സ്ഥലങ്ങളിലാണ് അതിൻ്റെ പിറവി. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആന്തൂറിയം ലക്ഷൂറിയൻസ് ചെടിപ്രേമികളുടെ ഹൃദയം കവർന്നിരിക്കുന്നു. ആനയുടെ തൊലിപ്പുറത്ത് തൊട്ടതുപോലെയുള്ള പ്രതീതിയാണ് ഈ പത്രങ്ങളിലൂടെ നമ്മൾ വിരലോടിച്ചത്. ഒരുപക്ഷെ മഴ പെയ്ത് തോർന്നിരിക്കുന്നു എന്ന തോന്നൽ വരത്തക്ക രീതിയിലുള്ള തിളക്കമാണ് ഇലപത്രങ്ങൾക്ക്. സൂര്യപ്രകാശം ഇതിലേക്ക് വീണാൽ മാത്രം മതി, കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുകയാണ് ഇലകൾ. ശക്തമായ ഞരമ്പുകൾ പത്രങ്ങളിലൂടെ ഓടുന്നു. ഓരോ ഇടവും കണ്ണാടി പോലെ പ്രതിബിംബം കാണാവുന്ന രീതിയിലുള്ള സംവിധാനം. ചെറിയ കാണ്ഡങ്ങൾ, പാടലവർണ്ണത്തിലും ഹരിതവർണ്ണത്തിലും കാണ്ഡങ്ങൾ വരുന്നു. അത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഇലകൾക്ക് പ്രത്യേക ആകൃതിയും അഴകും. ചർമ്മത്തിൽ തൊട്ടതുപോലെ ഉള്ള ഒരു പ്രതീതി എപ്പോഴും ഉണ്ടാകുന്ന രീതിയിലാണ് ഇലകൾ. ഇത്രയും കട്ടിയുള്ള ഇലകൾ ഒരു ആന്തൂറിയം ഇനങ്ങൾക്കും ഇല്ല. ആനയുടെ ചർമ്മവുമായി വലിയ രൂപസാദൃശ്യമുണ്ട്. നന്നായി പുഷ്പിക്കുകയും ഇരട്ട വർണ്ണത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ചെടി കൂടിയാണ് ആന്തൂറിയം ലക്ഷൂറിയൻസ്. 1000 ആന്തൂറിയം ഉണ്ടെങ്കിലും അതിൽ ലക്ഷണമൊത്തവർ 1-2 എന്ന് പറയുന്നത് പോലെ ലക്ഷണമൊത്ത ആന്തൂറിയം തന്നെയാണ് ആന്തൂറിയം ലക്ഷൂറിയൻസ്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം എന്നതാണ് പാട്ട്. കണ്ടാൽ ഒരു പ്ലാവിൻ്റെ ലക്ഷണമെങ്കിലും എൻ്റെ മുന്നിലിരിക്കുന്നത് ഒരാലാണ്. ഒരുപക്ഷെ കേട്ടാൽ ആരും കാണാൻ ആഗ്രഹിക്കുന്ന കൃഷ്ണനാൽ. കൃഷ്ണനാലിന് ഈ പേര് വന്നത് കൃഷ്ണനിൽ നിന്നാണ്. ഇതിഹാസങ്ങളുടെ ഇതിഹാസമായ മഹാഭാരതത്തിൽ കൃഷ്ണൻ തൈരും വെണ്ണയുമൊക്കെ കട്ടുകുടിച്ചിരുന്നത് കൃഷ്ണനാലിൻ്റെ ഇലയുടെ കുമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കുമ്പിൾ കുത്തിയ രൂപത്തിലാണ് കൃഷ്ണനാലിൻ്റെ ഇലകൾ. ഓരോ ഇലയിലും അത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മൾ കുമ്പിൾ കുത്തണ്ട, പ്രകൃതി തന്നെ കുമ്പിൾ കുത്തി തന്നിരിക്കുകയാണ്. എല്ലാം ഉൾക്കൊള്ളുന്ന ഇലകളാണ് കൃഷ്ണനാലിൻ്റെ. ഫൈക്കസ് കൃഷ്ണ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആലുകളിൽ അല്പം വംശനാശം നേരിടുന്ന ഒരു ആൾ കൂടിയാണ് കൃഷ്ണനാൽ. കാരണം കൃഷ്ണനാലിന് ധാരാളം വിത്തുകളുണ്ടാവും. പക്ഷേ എല്ലാ വിത്തുകളും മുളയ്ക്കണമെന്നില്ല. ഒരു 100 വിത്തുകളുണ്ടായാൽ അതിൽ 1-2 മാത്രമേ മുളയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷ്ണനാലിൻ്റെ പ്രവർത്തനം അത്ര എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണനാലിൻ്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ വിലയും അല്പം കൂടുതലാണ്. എന്തായാലും അലങ്കാര ചെടികളുടെ മനസ്സിലേക്ക് അവരുടെ ഹൃദയപാതനമായി മാറിയ മറ്റൊരു ചെടിയാണ് കൃഷ്ണനാൽ. അധികം ഉയരത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാതെ കുള്ളനാക്കി വളർത്തി ആസ്വദിക്കുക, ആ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ചെടിപ്രേമികളുടെ ഹരം. എന്തായാലും കൃഷ്ണനാലിൻ്റെ ഒരു കുറച്ച് ശേഖരം ജിതേഷിൻ്റെ ഒപ്പമുണ്ട്. ധാരാളം ആരാധകർ കൃഷ്ണനാലിനെ തേടി കുമാർ നഴ്സറിയിലേക്ക് വരുന്നുള്ളതാണ്. ഈ ഒരു സംരംഭത്തിലെ പ്രതിസന്ധി എന്താ? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, 1 ലേബർ വലിയൊരു ഘടകമാണ്. 2 ഈ അറിവില്ലായ്മ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു നഴ്സറി തുടങ്ങിയെന്ന് വെച്ചോ, ഒരാളൊരു പുതിയ നഴ്സറി തുടങ്ങി, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ, ഇപ്പോൾ കൊറോണ സമയം തന്നെ ഉദാഹരണത്തിന് എടുക്കാം. ഈ കൊറോണ സമയത്ത് ഒരുപാട് നഴ്സറികൾ നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കൊറോണയ്ക്കകത്ത് കുറേ മാറ്റങ്ങൾ വന്ന് അവരുടെ പഴയ ജോലികളിലേക്ക് അവർ തിരിച്ച് ചെന്നപ്പം വീട്ടിലുള്ളവർക്ക് ഒന്ന് വെള്ളം ഒഴിക്കണമെന്ന് പറയും. അതിന് പ്രായമായ അച്ഛനും അമ്മയ്ക്കും അതിന് പറ്റത്തില്ല.
അതിന് നീ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ നഴ്സറി തുടങ്ങിയത് എന്നൊരു ചോദ്യം അവിടെ വരും. അത് കൺസെപ്റ്റ് വന്നിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് പോച്ച കയറും. പിന്നെ അതിനകത്തുള്ളൊരു താല്പര്യം കുറവ് വരും. പിന്നെ എന്താ പറയുക, മാൻ പവർ പ്രശ്നം വരും, ലേബർ വരും, നഴ്സറി ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ നഴ്സറി കിട്ടുന്ന വിലയ്ക്ക് മൊത്തത്തിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പം ആർക്കും വളരെ ധൈര്യപൂർവ്വം വന്ന് കയറാവുന്ന ഒരു പ്രസ്ഥാനമാണോ നഴ്സറി? ആണ്. പക്ഷേ അതിനകത്ത് നല്ല താല്പര്യവും ചെടിയോട് സ്നേഹവും അതേപോലെ തന്നെ എന്താ പറയുക, ഒരു 80% നീതിയും. അതെ, ഇത് മൂന്നും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെടി മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നൂത്ത് വെക്കാനായിട്ട് നമ്മൾ പറയാതെ ചെയ്യാൻ എന്ന് കഴിയുന്നോ അന്ന് അവർക്ക് നഴ്സറി തുടങ്ങാം. പുതുതായിട്ട് ഈ രംഗത്തോട്ട് വരുന്നവർ അവർക്ക് ജിതേഷ് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? ഒരുപാട് ഉപദേശം പറയാൻ പറ്റും. ഒന്ന്, ഇതിനകത്ത് ചെടിയോട് താല്പര്യം വേണം. 2, വേറൊരാളെ കണ്ടുകൊണ്ട് നമ്മളൊരു നഴ്സറി തുടങ്ങാൻ പാടില്ല. 3, നമുക്ക് എന്താ പറയുക, നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണം. ഈ 3 കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങാം. വാഴപ്പഴമാണ് വാഴപ്പഴം. പഴങ്ങൾ ഏറെ ഉണ്ടെങ്കിലും വാഴയോട് കിടപിടിക്കാൻ ഒന്നും വരില്ല. വാഴയിൽ തന്നെ ഏതാണ്ട് 400ഓളം വ്യത്യസ്ത ഇനങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മൂസ ഡബിൾ മഹോയ് എന്ന ഈ വാഴ നമ്മുടെ മുന്നിലുണ്ട്. അപൂർവമായ ഒരു ചെടിയാണ് മൂസ ഡബിൾ മഹോയ് എന്ന് പറയേണ്ടി വരും. ചെടിയെന്നാൽ വാഴ, വാഴയെന്നാൽ ചെടി, അങ്ങനെ രണ്ടിൻ്റെയും ഗുണം ഒരേ സമയം കിട്ടുന്ന രീതിയിലാണ് മൂസ ഡബിൾ മഹോയ് ആകർഷകമാകുന്നത്. ചെടിപ്രേമികളുടെ ഇടയിലും കൃഷിക്കാരുടെ ഇടയിലും മൂസ ഡബിൾ മഹോയ്ക്ക് സ്ഥാനമുണ്ട്. ഡബിൾ മഹോയ്, മഹോയ് എന്നാൽ തന്നെ ഹവാലിയനിൽ ഇരട്ട എന്നാണ് അർത്ഥം, ട്വിൻസ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് മൂസ ഡബിൾ മഹോയ്. ഏതാണ്ട് 5 അടി മുതൽ 6 അടി വരെ ഉയരത്തിലേക്ക് വാഴ വളരാൻ സാധ്യതയുണ്ട്. എങ്കിലും ജിതേഷ് കുമാർ നഴ്സറിയിൽ അതിനെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് കാണാൻ ഒരു ഭംഗി തന്നെയുണ്ട്. ഒരു ചട്ടിയിലാണ് ഈ വാഴ വളരുന്നത്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന മൂസ ഡബിൾ മഹോയ്ക്ക് 5 വർഷത്തെ പ്രായമുണ്ട്. 5 വർഷം കൊണ്ട് വളർന്ന ഒരു വാഴയാണോ ഇത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. എങ്കിലും അത് അത്രയേ വളർന്നുള്ളൂ എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വർഷത്തിൽ 2-ാം വർഷം തന്നെ ഏതാണ്ട് 2 കുലയോളം തന്നെ ഇതിൻ്റെ തലയിലേക്ക് വരത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഒരു വാഴയിൽ സാധാരണ ഒരു കുലയുണ്ടായി ആ കുലയെ കൂമ്പ് പൂർണ്ണമായും വിരിഞ്ഞതിന് ശേഷം അത് വാഴ തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയുള്ളപ്പോൾ 5 വർഷം കൊണ്ട് തന്നെ ഓരോ വർഷവും 2 കുലയുണ്ടായി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മൂസ ഡബിൾ മഹോയ് എന്ന ഈ വാഴ വ്യത്യസ്തമാകുന്നത്. ഒരുപക്ഷെ വീട്ടിൽ ആർക്കും എടുത്തു വെക്കാൻ തോന്നത്തക്ക വിധത്തിൽ, ഒരുപക്ഷെ വീട്ടിലെ സ്വീകരണ മുറിയിൽ വരെ കൊണ്ടുവെക്കാൻ പാകത്തക്ക രീതിയിൽ, ആര് കണ്ടാലും ഇതെന്താണ്, വാഴയാണോ ചെടിയാണോ അലങ്കാര ചെടിയാണോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഒരു കൗതുകം കൊണ്ടുവരാൻ, ഒരു കൗതുകം ഒളിപ്പിച്ചു വെക്കുവാൻ ഈ വാഴയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ വാഴയാണ് എന്ന് ആരെങ്കിലും ഇതിനെ വിശേഷിപ്പിച്ചാൽ അതും സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. വാഴയുടെ രൂപത്തിലാണെങ്കിൽ പോലും അതിൻ്റെ കാണ്ഡത്തിന് വലിയ വലിപ്പമില്ല, വലിയ വണ്ണമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇലകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരല്പം വ്യത്യസ്തമായ ഒരു നല്ല ഇലച്ചെടിയുടെ ഇലകൾ പോലെ മാത്രമേ അത് വളരുന്നുള്ളൂ. വാഴയില നശിച്ചു പോകുന്ന ഒരു പ്രക്രിയയും ഇതിൽ അങ്ങനെ കാണാറില്ല. എന്തായാലും പ്രതികൂലമായ എല്ലാ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് തന്നെ വർഷങ്ങളോളം ജീവിക്കാൻ കഴിവുള്ള ഈ വാഴ വലിയ കൗതുകമാവുന്നു. അതുകൊണ്ട് തന്നെ കുമാർ നഴ്സറിയിൽ ഈ വാഴ അന്വേഷിച്ച് വരുന്നവർ ധാരാളമുണ്ട്. ഇതുവരെ കയ്യിലില്ല, എന്നാൽ ജിതേഷ് മോഹിക്കുന്നു ഇത് വന്നാൽ കൊള്ളാം എന്ന് തോന്നുന്നു ചെടിയാണ്. അത് ഫേൺ വെറൈറ്റിയിൽ, പ്ലാറ്റിസേറിയം വെറൈറ്റിയിൽ ഏകദേശം ഒരു 10-30 വെറൈറ്റി നമുക്ക് കളക്ഷൻ ഉണ്ട്. എന്നാൽ സൂപ്പർബം എന്ന് പറയുന്നൊരു വെറൈറ്റി സ്റ്റാഗോൺ ഫേൺ മരത്തിലൊക്കെ കിടപ്പുണ്ട്. അന്നേരം അതിനകത്ത് സൂപ്പർബം എന്ന് പറയുന്നൊരു വെറൈറ്റി സ്റ്റാഗോൺ ഫേൺ ഉണ്ട്. അത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ അറ്റം വരെ എത്തിയിട്ട് അത് നഷ്ടപ്പെട്ടു പോയി. അത് സൂപ്പർബം, അതായത് പ്ലാറ്റിസേറിയം സൂപ്പർബം എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അതും കൂടെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹം. അടുത്തൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പാരിപ്പള്ളിയിൽ ഒരു പുതിയ നഴ്സറി മാത്രമല്ല, അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കാണാനും ഒക്കെ ആയിട്ടൊരു നമ്മളൊരു ഡ്രീം പ്രൊജക്റ്റായിട്ട് നമ്മളവിടെ ഒരു നഴ്സറി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നഴ്സറി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്വർഗം. അവിടുത്തേക്ക് ആളുകൾ വരും. അതെ, വരും, തീർച്ചയായിട്ടും വരും. അത് ഏതൻ തോട്ടം എന്നാണ് അതിനറിയുന്നത്. കാര്യം ഫ്രൂട്ട് ഐറ്റംസും എല്ലാം കാണും. അതായത് കുമാറിൻ്റെ ഏതൻ തോട്ടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അതിനകത്ത് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പാരിപ്പള്ളിയിലെ പറുദീസയിലേക്ക് വരാൻ ഭാഗ്യമുണ്ടാകും. താങ്ക് യു.
തീർക്കുന്നത് ഒരു മഹാസാമ്രാജ്യമാണ്. അത് പുതുതലമുറ ചെടികളുടെ വിപ്ലവം കൂടിയാവുമ്പോൾ വിജയഗാഥ തീർക്കും. നേരാം ഭാവുകങ്ങൾ.